എന്തായാലും എന്താ പറയുക, ഇതൊക്കെ ഇതുപോലെ ഞാൻ ഓൾറെഡി അതിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ഇടാം. പക്ഷേ അത് കുറച്ച് എന്താ പറയുക, നമ്മളിപ്പോൾ ഉടായിപ്പാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. നമ്മൾ ഉടായിപ്പ് തന്നെ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം, ഈവൻ ഞാൻ ഈ ഷിജിൻ്റെ വീഡിയോസ് ചെയ്യുന്ന ഒന്നും കാശ് മേടിച്ചിട്ടോ അല്ലെങ്കിൽ പ്രൊമോഷനോ അല്ല കേട്ടോ. എല്ലാം എന്താ പറയുക, എനിക്ക് ഷിജിനോടുള്ള സ്നേഹം, എൻ്റെ വണ്ടി ഷിജിന് കൊടുത്ത് കംപ്ലൈൻറ്റ് എന്താ പറയുക റെക്ടിഫൈ ചെയ്ത് നല്ല അടിപൊളി ആക്കി തിരിച്ച് തന്നതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ പേരിലാണ് ഞാൻ പലപ്പോഴും എപ്പോഴും പറയുന്നതുമാണ്. അപ്പോൾ അതായത് നമ്മുടെ വണ്ടി ഈ ബുള്ളറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ അധികം വർക്ക്ഷോപ്പുകൾ കാണും. നമ്മളിങ്ങനെ ഓരോരുത്ത് കൊണ്ടുപോകുമ്പോഴും അവിടെ കംപ്ലൈൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അത് ശരിയാക്കി തരത്തില്ല. പക്ഷേ ഷിജിൻ്റെ അവിടെ വന്നപ്പോഴാണ് ആ ഒരു പക്ക കംപ്ലൈൻറ്റ് മാറ്റി തരികയും വണ്ടി ഓടിച്ചപ്പോഴത്തേക്ക് എനിക്ക് പുതിയ വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്നത് അതുപോലത്തെ ഒരു ഫീൽ. ഈവൻ ഈ ഒരു വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2015 എടുത്ത വണ്ടി ആണെങ്കിൽ പോലും ഇത് ഇപ്പോഴും പുത്തൻ വണ്ടി നമ്മൾ എന്താ പറയുക ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോഴത്തേക്ക് ഓടിക്കുന്ന ഒരു ഫീലില്ലേ, അത് തന്നെയാണ്. പിന്നെ 2-3 പേര് കമൻറ്റ് ഉണ്ടായിരുന്നു ഈ സൈലൻസ് ആൻഡ് സൗണ്ട് കേൾപ്പിക്കാനായിട്ട്. അത് ഉറപ്പായിട്ടും നമ്മൾ കേൾപ്പിക്കണം കേട്ടോ. കാരണം അതിൽ തന്നെ വേറൊരു പുള്ളി കമൻറ്റ് ഇട്ടേക്കുവാണ്, അതിന് വണ്ടി ഓടുമെങ്കിലല്ലേ കമന്റ് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. വണ്ടി ഓടിയാലല്ലേ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റുള്ളൂ. എന്തെല്ലാം ഈ വേണമെങ്കിൽ ഞാൻ അന്നേരം മനസ്സിലാച്ചപ്പോ കസ്റ്റമർ തിരിച്ച് പിക്കപ്പിലാണോ വണ്ടി കൊണ്ടുപോകുന്നത്. അതെ, അത്രേ ഉള്ളൂ. അല്ല എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന വീഡിയോ ഷീൻ ഇട്ടിട്ടില്ലേ, അതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അതിപ്പോ കാണുമ്പോൾ അറിയാലോ. പിന്നെ എനിക്ക് അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി വർക്ക് കഴിഞ്ഞ് കൊണ്ടുപോയ കസ്റ്റമർ ആരും നമ്മളെ പറ്റി അങ്ങനെ ഒരു കമന്റ് പോലും വെറുതെ, അതായത് ഞാൻ പറഞ്ഞു 1-2 പേര് സ്ഥിരം എല്ലാ വീഡിയോയിലും വന്ന് ഒരു കമന്റ് ഇടുന്ന ആളുണ്ട്. ആ വാക്ക് ഇവിടെ പറയാൻ കൊള്ളൂല. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും ആ വാക്കിടും. എന്റെ എല്ലാ മെസ്സേജിന്റെയും സ്ക്രീൻഷോട്ട് ഉണ്ട് കമന്റ്. പിന്നെ കുറച്ച് മെക്കാനിക്സ്, അവരെ വിചാരം ഞാൻ പ്രൊഫൈൽ കയറി നോക്കുന്നില്ലെന്നാണ്. കുറച്ച് മെക്കാനിക്സുകളുണ്ട് എല്ലാ വീഡിയോ ഇടയിലും വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് അങ്ങനെ ചെയ്ത് നോക്ക്, ഇങ്ങനെ ചെയ്ത് നോക്ക്, അതായത് നമ്മളെ ആക്കിക്കൊണ്ടുള്ള സംസാരം. മനസ്സിലായി. അപ്പൊ ഞാനത് നോട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ഇടുന്നതിന് എന്ത് സുഖം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തിരിച്ച് പറയുകയും ചെയ്തു, എന്റെ എല്ലാ വീഡിയോ അടിയിലും വന്ന് ഈ കമന്റ് ഇടുന്ന ജോലി നിർത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ജോലി നോക്കിക്കോളൂ. അത്രേ ഉള്ളൂ.